കട വിറ്റതിനെ പറ്റി വക്കീൽ ചോദിക്കും. വേറെ വഴിയൊന്നുമില്ലായിരുന്നു, അതുമാത്രമേ മുന്നിൽ കണ്ടുള്ളൂ. പിന്നെ ഒരു തരക്കേടില്ലാത്ത ജോലി സാർ റെഡിയാക്കി തരുവാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണെന്ന് അച്ഛൻ പറയും. അത് കഴിഞ്ഞ് റീ അപ്പീലിന്റെ കാര്യം വക്കീൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ചീഫിനെ കണ്ടൊന്ന് സംസാരിച്ചാലോ, അയാൾ നല്ല മനുഷ്യനല്ലേ? അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ നിങ്ങളുടെ മകൻ അത്ര നല്ലതായിട്ട് അയാൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കേസ് റീ ഓപ്പൺ ചെയ്യാൻ അയാൾ സമ്മതിക്കില്ല എന്ന് പറയും. എന്തായാലും പ്രതീക്ഷ കൈവിടണ്ട, നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്ന തന്നെ പ്രതീക്ഷയിലല്ലേ എന്ന് പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങും. അടുത്ത സീനിൽ ജയിലിൽ ഹീറോയോട് മൊട്ട അവിടുത്തെ കാര്യങ്ങൾ പറയും. നീ ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാലോ. ഇവിടുത്തെ ഒരു വശം ഡ്രഗ്സും ഒരു വശം ഫോണുമാണ്. ലാക്കും ബായും തമ്മിലുള്ള ശത്രുതയെ പറ്റി ഹീറോ മൊട്ടയോട് ചോദിക്കും. ഇവിടെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് ലാക്കായിരുന്നു. ലാക്കും ഇവിടുത്തെ സൂപ്രണ്ട് സാറും മച്ചാ ബന്ധമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ബായുടെ വരവ്. ബായ് പുറത്തും ഒരു രാജാവായിരുന്നു. എല്ലാം വലിയ പുള്ളികളായിട്ടാണ് ബന്ധം. അങ്ങനെ ഉടനെ തന്നെ ലാക്കിന്റെ ഇവിടുത്തെ പണി തീർന്നു. ആ സമയം പുതിയ ആൾക്കാരെ ജയിലിലേക്ക് കൊണ്ടുവരും. ആ കൂട്ടത്തിലൊരു പയ്യനുണ്ട്. മൊട്ട ഹീറോയോട് അവനെ പോയി വിളിച്ചിട്ട് വരാൻ പറയും. ഹീറോ ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ബാക്കി കഥ നമ്മുടെ ചാനലുണ്ട്, ആരും മറക്കാതെ തന്നെ കയറി കണ്ടോളൂ.